ടൊർട്ടീജ സ്പാനിഷ് ഓംലെറ്റ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടൊർട്ടീജ സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു. പൊട്ടറ്റോ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. 3 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്. എനിക്ക് സവാള ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മുട്ട, പിന്നെ വറക്കാനായിട്ട് ഒരു ഇച്ചിരി ഓയില്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ് ഇവിടെ, അതുകൊണ്ട് കുറേ നാളുകളായിട്ട് യൂസ്ഡ് ആയതുകൊണ്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കണം. ഉരുളക്കിഴങ്ങ് എപ്പോഴും പശപ്പ് കുറഞ്ഞ ഉരുളക്കിഴങ്ങാണ് ഇതിന് നല്ലത്. അതുകൊണ്ട് പശപ്പ് കുറഞ്ഞ ഉരുളക്കിഴങ്ങ് തപ്പിയെടുക്കുക. വലിയ ഉരുളക്കിഴങ്ങായിരിക്കും നല്ലതായിരിക്കും. ഇത് അരിഞ്ഞിടാനായിട്ട് ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പീലർ വെച്ച് ഇതിന്റെ തൊലിയൊക്കെ കളയുക. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. പക്ഷെ വേറെ നിങ്ങൾക്ക് സ്പൈസസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അത് സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ സ്വീഡനിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മുതലാളിക്ക് ഒരു മകനുണ്ടായിരുന്നു. 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള. അവന് ഇതിന്റെ വലിയൊരു ഫാനായിരുന്നു. ഇത് ഞാൻ എന്തുണ്ടാക്കിയാലും പുള്ളി നന്നായിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ജീവിക്കാൻ വേണ്ടി. ആദ്യം വിചാരിച്ചു, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വിചാരിച്ചു അക്കൗണ്ടൻസി ഒക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ട് നമ്മളെ സഹായിക്കാൻ പോണേന്ന്. പിന്നീട് മനസ്സിലാക്കി നമ്മളെ സഹായിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്നും. അപ്പൊ ഇത് ഒരു പയ്യ നീളത്തിലൊന്ന് കട്ട് ചെയ്യുക. ഇത് 4ആയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരുപാട് കട്ടിയിലെടുക്കും. നമുക്ക് വറക്കാനുള്ളത് ഒരു 1/2 സെന്റിമീറ്റർ കണ്ടു. ഇതിന്റെ കട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇത്തരം കട്ടി ഉരുളക്കിഴങ്ങ് 4ആയിട്ട് മുറുക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ നേരത്ത്. കത്തി എപ്പോഴും നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ ഈ വെല്ലയില് ഞാൻ നിങ്ങൾ സംസാരിച്ചാൽ പോലും എന്റെ കത്തി ആ ഫ്ലോയില് പോകുന്നതിനും കൈ മുറിക്കാനോ കാര്യങ്ങൾക്കൊന്നും കേടാവില്ല. നിങ്ങൾക്ക് വീട്ടമ്മമാർക്കറിയാം, ബാക്കിയുള്ളവര് എന്നെ പോലെയുള്ളവര് കാര്യം പറയണേ. വല്ല കൂട്ടുകാരന്മാര് ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ടോ 4ആയിട്ട് പിടിക്കുക. എന്നിട്ട് കൈ എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര സ്പീഡിലൊക്കെ കാണിക്കണമെന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഈ വെള്ളത്തിലിടാൻ നേരത്തുള്ള ഗുണമെന്ന് പിന്നെ കുറച്ച് സ്റ്റാർച്ച് പോയി കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് വെള്ളത്തിലിടുന്നത് കേട്ടോ. 2-3 മിനിറ്റ് മറ്റുള്ള പ്രിപ്പറേഷനൊക്കെ കഴിയണവരെ വെള്ളത്തിൽ കിടക്കുന്നത് നല്ലതാണ്. ഞാൻ പണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്തുണ്ട്, ഒരു ഉള്ളിയിൽ തൊണ്ടു കളയാൻ പോലും നമ്മളെ കൊണ്ട് അറിയില്ല. ആ രീതിയിൽ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിക്കാനും കാര്യങ്ങളും ഒക്കെ പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഒരു സവാളയും പൊട്ടറ്റോടെ ഒരുപാട് കഴിഞ്ഞു. ഇനി ഒരു സവാളയും കൂടെ അത് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് നല്ലത്. അതേ രീതിയാണ്. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സവാള കാര്യമാണ് എടുത്തത്. വളരെ കൂടുതലായിട്ടുള്ളതാണ് പോവുക. ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പൊ പയ്യെ എങ്ങനെ മടക്കിയില്ല. സവാളയും കഴിഞ്ഞു. ഞാൻ 4 മുട്ട എടുക്കാണ്. മുട്ട പൊട്ടിച്ചിടുകയാണ്. ഇത് 1 2 4 മുട്ട.
ഉപ്പ് മറന്നു പോയത് ചില വീഡിയോകളിലൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പിടും. ഈ സവാളയും ഈ പൊട്ടറ്റോയും, സവാള വറുത്തും പൊട്ടറ്റോ ഒരു വറുക്കലും കുക്കിങ്ങും കൂടി രണ്ടും കൂടി ഉള്ള ഒരു പ്രോസസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഫ്രൈ പാൻ വെച്ചു കേട്ടോ. ആദ്യം ഫ്രൈ പാൻ വെച്ച് ചൂടാവട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കണതെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം കേട്ടോ. ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വറക്കാൻ പാകത്തിന്. ഇത് നമ്മൾ പൊട്ടറ്റോ പിന്നീട് അടച്ചു വെച്ചാണ് വറക്കണേ. അത് കാരണമാണ് ഒരുപാട് ഉപയോഗിക്കാറ്. നൈസായിട്ട് അരിഞ്ഞു വെച്ചാണ് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ സവാള ഒന്ന് മൊരിയട്ടെ. ഒരുപാട് മൊരിയിക്കേണ്ട. അതെ, ഒരുവിധം 70% വേവായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് പൊട്ടറ്റോ ഇടാൻ പോവാണ്. പയ്യെ ഒന്ന് പൊട്ടും. ഒരു ചെറിയ വെള്ളമുണ്ട്, എന്നാലും ഞാൻ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊട്ടറ്റോയിൽ ഒന്ന് ഇട്ടു. ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നതൊക്കെ നല്ല ഹൈ ഹീറ്റിൽ തന്നെയാണ്. പൊട്ടറ്റോയിലുള്ളൊരു ചെറിയ വെള്ളവും ആദ്യം ഇട്ട ഒരുപാട് ഓയിലില്ല, ഫുള്ളായിട്ട് ഡീപ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് വെളിച്ചെണ്ണ ഓയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇനി നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റീം ഉപയോഗിച്ച് വറക്കലിൻ്റെയും കുക്കിങ്ങിൻ്റെയും ഇടയ്ക്കുള്ള പ്രോസസ്സിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അടച്ചു വെച്ചിട്ട് നിങ്ങൾ ദൂരെ പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുക, കരിഞ്ഞു പോവുക, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കണ്ടോ, വെള്ളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആവശ്യത്തിൽ കൂടുതൽ ലിക്വിഡ് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് തന്നെ. വെളുത്തുള്ളി ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അടി പിടിക്കാണ്ടിരിക്കാൻ പയ്യെ ഒന്ന് സ്ലോ ചെയ്യാം. ടെമ്പറേച്ചർ മീഡിയം ടു ഹൈ തന്നെ വെക്കാം. ഒരുപാട് താഴത്ത് കളയേണ്ട കാര്യമില്ല. നമ്മളിത് അടച്ചു വെക്കുന്നതുകൊണ്ടാണ് ഇത് ശരിക്കും കുക്ക് പോലെ കിട്ടുന്നത്. പുറത്ത് ക്രിസ്പി ആയിട്ടും അകത്ത് കുക്ക് ചെയ്ത ഫീലിംഗിലുമാണ് ഈ പൊട്ടറ്റോ നമ്മൾ ചെയ്യുന്നത്. ആ സവാളയും കൂടി അതിനകത്തൊരു വറുത്ത് വരും വേണ്ടത്. നമ്മൾ ബിരിയാണിയിലൊക്കെ സവാള വറുത്തിട്ടില്ലേ, അതുപോലൊരു ഫീലിങ് കടിക്കുന്ന സവാളയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും. ഒന്നും കൂടി അടച്ചു വയ്ക്കാം, ആവട്ടെ. നമ്മൾ ഒരുപാട് കനത്തിലല്ലല്ലോ അരിഞ്ഞാൽ, അതുകൊണ്ട് ഇത് പെട്ടെന്നാവും കേട്ടോ. ഞാനിത് നോക്കുമ്പോൾ നമുക്ക് കാണാം, കുത്തുമ്പോൾ തന്നെ ഉടഞ്ഞു പോകണം. ഇതിൻ്റെ അർത്ഥം ഇത് വെന്തത്തിൽ നിന്നുള്ളതാണ്. ഇത് മതി, വറക്കല്ല വേണ്ട, ഒന്ന് വേവിച്ച പരുവത്തിലാക്കി എടുക്കാനുണ്ട്. ഒരേ കഷ്ണം ഞാൻ കട്ട് ചെയ്യാൻ നേരത്ത് കട്ടായി പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് നിർത്താം. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാൻ അടപ്പിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പൊട്ടറ്റോസിനും ഒനിയനും സവാളയ്ക്കും ഉള്ള പാകത്തിനുള്ള ഉപ്പ്. നിങ്ങളുടെ ഉപ്പ് എന്തായാലും നിങ്ങളുടെ ആവശ്യം നോക്കാൻ പറയാം.
അപ്പം അത് ചൂടോടുകൂടി തന്നെ ഇത് പണ്ട് ഞാൻ നേരത്തെ അടിച്ചു വെച്ച മുട്ട. ഇത് നമ്മൾ വറുത്തത് മുട്ടയിലേക്ക് ഇടണം കേട്ടോ. അത് ചൂടോടുകൂടി ഇട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല. കുറച്ച് ഓയിലൊക്കെ പോകുന്നു കരുതി ഒരു വിഷയമില്ല. കുറച്ചൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കുക. എന്നാലും പൂർണ്ണമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഫിൽറ്ററിങ്. അപ്പം നമ്മുടെ മുട്ട കാണാൻ പറ്റുമെന്നറിയില്ല. ഇതിനകത്ത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടയും വറുത്ത ഇതും. ഇതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. പണ്ട് നേരത്തെ കട്ട് ചെയ്യാൻ നേരത്ത് ഒരു നനഞ്ഞ തുണിയുണ്ടല്ലോ, ഈ ചോപ്പിംഗ് ബോർഡിന്റെ താഴെ വെക്കുകയാണെങ്കിൽ അതൊരിക്കലും മൂവ് ആവില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇത് ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പം ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോണത് സ്റ്റിക്ക് പാൻ വെക്കുകയാണ്. അധികം ചൂട് പാടില്ല, വളരെ ചൂട് കുറച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെത് കരിഞ്ഞു പോവും. മീഡിയം ഹീറ്റില് കുറച്ച് ഓയിൽ ഒഴിച്ചു, ചുറ്റും ഒന്ന് കൊടുക്കുക. ഒരു മീഡിയം ഹീറ്റിൽ വെക്കാം. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും മിക്സ്. നമ്മൾ അത് ആ പൊട്ടറ്റോയുടെ ചൂട് കാരണം കുറച്ച് ഇപ്പം തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ലോ ടു മീഡിയത്തിലാണ് വെച്ചത് ചൂട്. ഒരിക്കലും കൂടുതൽ ചൂട് കൂടരുത് കേട്ടോ. ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു. ഇത് നല്ലൊരു കട്ടിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് കറക്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഒരു കനം ഇത് വട്ടം കുറഞ്ഞ് വരികയാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഇത് ചെയ്യാം. ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. സ്ലോ ഹീറ്റിലൊന്ന് കുക്കാവട്ടെ. ഒരുപാട് ഹീറ്റിൽ വെക്കരുത്. ഒരുപാട് ഹീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കനത്തിൽ നമ്മൾ ചെയ്യുന്ന കാരണം താഴത്തെ അടി പിടിക്കും, മുകളിൽ ഒട്ടാവില്ല. ഇത് തിരിച്ചിടുന്ന പ്രോസസ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് വേവട്ടെ. എന്തായാലും ഒരു 25-30% വേവിന്തതിന് ശേഷം നമുക്കത് തിരിച്ചിടാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കിത് കാണാം. ഒരു മുകളിൽ കൂടി ലിക്വിഡ് തന്നെയാണ്, എന്നാലും സൈഡിലൊക്കെ ഒരുവിധം പയ്യെ ഇളക്കി നോക്കാം കേട്ടോ. ഇത് സെറ്റായി തുടങ്ങി. ഇനി ഇത് മറയ്ക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റ് ആണ്. അത് പ്ലേറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. നല്ല നിങ്ങൾ നോക്കുക, ഇടത്തെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് പയ്യെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ പോട്ടെ. അപ്പം ലിക്വിഡ് ഉള്ളതുകൊണ്ട് അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ അവിടെ ചെന്നാലും. അപ്പം ആ പ്ലേറ്റ് തന്നെ വീണ്ടും ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, ഒന്നും കൂടി തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അധികം കുക്ക് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ശരിക്കും ഒരു ജ്യൂസി എഫക്റ്റ് കിട്ടും. അപ്പം ശരിയായിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഓംലേറ്റ് ശരിയായിട്ടുണ്ട്. സ്പാനിഷ് ഓംലേറ്റ് നമുക്ക് കട്ട് ചെയ്ത് ഒരെണ്ണം കഴിച്ചു, ഒരു കഷ്ണം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഇത് കണ്ട അതിന്റെ തിക്നെസ്. ഇത് കുറച്ചും കൂടി തിക്നെസ്സിൽ നമുക്ക് ഉണ്ടാക്കാം. വട്ടം കുറഞ്ഞ് ഇതിലെ ഫ്രൈ പാനിലാണ് ചെയ്യാനായിട്ട്. മജോണൈസിന്റെ കൂടെയോ കേച്ചപ്പിന്റെ കൂടെയോ എന്ത് കൂട്ടിയാലും ഇത് കഴിക്കാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, കുറച്ച് നല്ല ഇറച്ചിക്കറിയുടെ കൂടെ സൈഡായിട്ട് ചോറിന് പകരവും കഴിക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, കമൻസിൽ പറയണം കേട്ടോ. താങ്ക് യു സോ മച്ച്.